ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അങ്ങനെ കുറെ പേർക്കൊക്കെ 900 എന്താ പറയുക കോയിന് ബ്ലാക്ക് ആനിമേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ എന്തായാലും നമ്മൾ എന്താ പറയുക നമ്മൾ ഓൺ ദ വേ ആണ് കോയിൻ ക്യൂ ഒക്കെ എല്ലാവരും കിട്ടുന്ന തരത്തിൽ ഉറപ്പായിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഉറപ്പായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മച്ചാമാരെ ഉറപ്പായിട്ട് എന്താ പറയുക നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ നമുക്ക് സെറ്റ് ആക്കാം. അതുപോലെ തന്നെ എന്തായാലും പെലയൊക്കെ വന്നൊരു ടൈമാണ് ഗൈസ്. അപ്പോൾ റോണിയൊക്കെ അടുത്തായിട്ട് വരുന്നുണ്ട്, 25ഓളം എപ്പിക്ക് ഡാറ്റാബേസിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ നാളെ ഉറപ്പായിട്ടും ചെയ്യാം. അതുപോലെ തന്നെ കക്കേനെ നമുക്ക് ഉറപ്പായിട്ട് ഏകദേശം 102 വരെ കക്ക കയറുമെന്നാണ് കേട്ടത്. അപ്പം ഫിനോമിനൽ പാസിംഗ് ആണ്. അപ്പോൾ മച്ചാൽ എന്തായാലും നല്ലൊരു കാർഡ് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഉറപ്പായിട്ടും ഒരാളെ സെലക്ഷൻ കോൺട്രാക്ട് എടുക്കാൻ പറ്റും. ഈ മാസം ഏകദേശം ലാസ്റ്റ് ആകുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മച്ചാൽ ഏകദേശം നമുക്കിപ്പം ഡേറ്റ് കിട്ടിയിരിക്കുന്ന ഒരു ഓഗസ്റ്റ് 15 ഓഗസ്റ്റ് 14 ആകുമ്പോഴത്തേന് നമുക്ക് അപ്ഡേറ്റ് ആണെന്നാണ് കേട്ടത് നമ്മുടെ 2026 ഈ ഫുട്ബോൾ. അപ്പോൾ മച്ചാൽ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് ആദ്യം തന്നെ പറയുകയാണെങ്കിൽ മച്ചാൽ നമ്മുടെ 3ാമത്തെ ട്രയലാണ് നമുക്ക് പെലേനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത് ജസ്റ്റ് എന്താ പറയുക നിങ്ങൾ എന്താ പറയുക നമ്മൾ ഉറപ്പ് പറയുന്നില്ല. അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ അക്കൗണ്ടിൽ ജസ്റ്റ് ഒന്ന് കറക്കി നോക്കിയതാ. അപ്പോൾ ഫസ്റ്റ് ട്രൈ കിട്ടിയില്ല, സെക്കൻഡ് ട്രൈ കിട്ടിയില്ല, 3ാമത്തെ ട്രൈയിൽ നമ്മൾ പെലേനെ കിട്ടി. അപ്പോൾ നമ്മൾ ബിഗ് ടൈമിന്റെ ഒരു എപ്പിക് ട്രിക്ക് മോഡ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അല്ല ബിഗ് ടൈമിന്റെ ഒരു ഷോർട്ട് ടൈം ട്രിക്ക് മോഡ് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ തന്നെ മെയിൻ അക്കൗണ്ടിൽ പരീക്ഷിച്ചിട്ട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടൊരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ നോക്കുക. എന്തായാലും 10 ട്രൈ കൂടെ മച്ചാമരെ ഇനി കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. ഒരാളെങ്കിലും കിട്ടാണ്ടിരിക്കില്ല ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രിക്കിൽ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കിട്ടട്ടെ. അപ്പോൾ മച്ചാമരെ എന്തായാലും നിങ്ങൾ സെക്കൻഡ് അക്കൗണ്ടിലൊക്കെ 100 കോയിൻ ഉള്ളവരൊക്കെ എന്തായാലും നിങ്ങൾ വേസ്റ്റ് ആയി കളയുന്നതിന് വരെ ജസ്റ്റ് ഒന്ന് കറക്കി നോക്കുക. കാരണം പറയാൻ പറ്റില്ല, ചിലപ്പോൾ പെലേനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മുടെ ഈ ഒരു അക്കൗണ്ടിൽ അടുത്ത് നമ്മൾ ബിഗ് ടൈം കറക്കാൻ പോകണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഗൈസ് ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ നമ്മൾ ഓൾറെഡി 30 രൂപ കോയിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ആരും ലോഗിൻ ചെയ്യാണ്ടിരിക്കരുത്. കാരണം ഓൾറെഡി കൊനാമി തരുന്ന ടൈമിൽ നമുക്കിപ്പം ബൂസ്റ്ററൊക്കെ എടുക്കുന്ന പോലെ 30 കോയിൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും മറന്നു പോകണ്ട. കാരണം നമുക്കറിയാം ഇപ്പോൾ അടുത്ത മാസം നല്ല പാക്ക് വരാൻ പോകുന്നത്. നമ്മുടെ 6-9 നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഓൾറെഡി ഇവിടെ 7ാം നമ്പർ നമ്മുടെ ബെക്കാമിനെ കിട്ടിയൊരു ട്രിക്കാണ്. ഓൾറെഡി ഗൈസ് നമ്മുടെ എന്താ പറയുക പരീക്ഷിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ട്രൈ തന്നെ നമുക്ക് ഓൾറെഡി ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ട്രിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതിൻ്റെ ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മച്ചാമാരെ ഓൾറെഡി നിങ്ങൾ 6000 പോയിന്റ് ക്യാമ്പയിനും അതുപോലെ തന്നെ അതൊക്കെ ഓൾറെഡി ചെയ്ത് വെക്കുക കേട്ടോ. കാരണം നമുക്ക് ടൈം കഴിയുന്നതിനനുസരിച്ച് എല്ലാം സെറ്റാക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് കണ്ടോ കളക്റ്റീവ് സ്ട്രെങ്ത് 0 ആക്കിയിട്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാം ഞാൻ റിലീസ് ചെയ്തു. പ്ലേയേഴ്സിന് എടുത്തതിന് ശേഷം നിങ്ങൾ എന്താ പറയുക ഒരു 0 GP പ്ലേയേഴ്സിനെ എല്ലാം എടുത്തിട്ട് എല്ലാം അങ്ങ് റിലീസ് ചെയ്യാൻ നമ്മുടെ തോമസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് അതിനുശേഷം നമ്മൾ സാധാരണ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ലൂയിസ് ഫിഗ അല്ല നമ്മൾ സാധാരണ നമ്മുടെ ഒരു മാനേജറിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഗൈസ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കാണാം ഇത് എൻ്റെ മെയിൻ അക്കൗണ്ടാണ്. അതിനുശേഷം നമ്മളിതാ ഓൾറെഡി പോർച്ചുഗലിൽ നമ്മുടെ ഈ ഒരു മാനേജറൊക്കെ എടുത്തൊരു കമൻറ്റ് ചെയ്യുക ഗൈസ്. അതിനുശേഷം നമ്മളിതാ മച്ചാമരെ ഓൾറെഡി നമ്മുടെ ബിഗ് ടൈമിലേക്ക് പോവാണ്. നമ്മൾ 19 ദിവസം ഇനിയും ബാക്കിയുണ്ട് നമ്മുടെ വേൾഡ് ക്ലാസിക് എപ്പിക്ക് ഗൈസ്. അപ്പോൾ കുറേ പേർക്ക് 100 കോയിനൊക്കെ കിട്ടിയവരുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 900 കോയിന് ഇന്നലെ ഉണ്ട്. കുറേ പേർക്കൊക്കെ ബ്ലാക്ക് ആനിമേഷൻ ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്. അപ്പോൾ എന്തായാലും മച്ചാമരെ എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻ കിട്ടിയവർക്കൊപ്പം മച്ചാമരെ കിട്ടാത്തവരും വിഷമിക്കേണ്ട. നമുക്ക് എന്തായാലും കക്കയും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. എന്തായാലും നമുക്കും ടൈം ഉണ്ട് ഗൈസ്. അപ്പോൾ സിയോള് നിൽക്കുക. അതിനുശേഷം മച്ചാമരെ ഞാനിവിടെ ഓൾറെഡി എഴുതിയും കാണിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ അടി വരെ പ്ലേയേഴ്സിന് പോകാട്ടോ. നിങ്ങൾ എന്തായാലും സ്റ്റെപ്പ് ആരും മാറ്റാണ്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ ഞാനിവിടെ എഴുതിയും കാണിക്കുന്നുണ്ട്. നമ്മൾ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഗൈസ് ഇവിടെ ചിലവരുടെയൊക്കെ ചിലപ്പോൾ വേറെ പ്ലെയർ ആയിരിക്കും. തോമസ് പറമു എന്ന് പറഞ്ഞൊരു പ്ലെയറാണ് ഏറ്റവും അടിയിൽ കിടക്കുന്നത്. അതുവരെ നിങ്ങൾ പോവുക ഗൈസ്. ആദ്യം തൊട്ടിൽ അവസാനം വരെ സ്റ്റെപ്പ് കറക്റ്റായിട്ട് ചെയ്യണേ ഗൈസ്. അതിനുശേഷം നമ്മളിതാ മേളിലേക്ക് വീണ്ടും പോവാണ്. ഇവിടെ ഇപ്പം ഞാൻ 2 ട്രൈ ഓൾറെഡി നടത്തി. അതിനുശേഷം നമ്മൾ റൊട്ടേറ്റ് ബട്ടൺ ഒരു 6 ബട്ടൺ നിൽക്കുക. 5 6 ഗൈസ്. ഇതിന് ശേഷം ഗൈസ് നമ്മൾ റൊണാൾഡീനിനെ എടുക്കാൻ പോവാണ്. റൊണാൾഡീനെ എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ ക്രിയേറ്റീവ് പ്ലേ മേക്കറൊക്കെയാണ്. നമ്മൾ ഇതേപോലെ ഫുൾ സ്റ്റാറ്റസ് നോക്കുക. വേറെ ഒന്നും തൊടുന്നില്ല. ഞാൻ ഇതുപോലെ ആക്കിയതിന് ശേഷം വീണ്ടും ഒരൊറ്റ വട്ടം റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഫുൾ ബാക്ക് ഇറങ്ങണം വെച്ചാൽ മതി. ഇതിന് ശേഷം നമ്മൾ വീണ്ടും സിയോള് പോകുന്നു. അതിനുശേഷം നമ്മളിതാ നമ്മുടെ റിവാൾഡോനെ എടുക്കുന്നു, ഒന്ന് ബാക്ക് ഇറങ്ങുന്നു, റിവാൾഡോനെ എടുക്കുന്നു, ഒന്ന് ബാക്ക് ഇറങ്ങുന്നു. അതിനുശേഷം ഗൈസ് വീണ്ടും നമ്മൾ ജെറാഡിനെ എടുക്കുന്നു, ബാക്ക് ഇറങ്ങുന്നു, ജെറാഡിനെ എടുക്കുന്നു, ബാക്ക് ഇറങ്ങുന്നു. 2 വട്ടം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഗൈസ്. അതിനുശേഷം നമ്മൾ റൈഗാർഡിനെ എടുക്കുന്നു, ഫുൾ സ്റ്റാറ്റസും കാര്യങ്ങളും നോക്കുകയാണ്. നമ്മളിവിടെ പ്ലേയിങ് സ്റ്റൈലും കൂടെ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളും ചെയ്യുക. അതിനുശേഷം നമ്മളിതാ ഫുൾ സ്റ്റാറ്റസ് എല്ലാം നോക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ എന്താ പറയുക മെക്കലേനെ എടുക്കുന്നു, സ്റ്റാറ്റസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലോങ് ബോൾ എക്സ്പെർട്ടാണ് ഗൈസ്. അപ്പോൾ കിടലൻ പാക്കിൽ വന്ന ഏറ്റവും നല്ല പാക്കിലും കാര്യങ്ങളൊക്കെയാണ് ബിഗ് ടൈമിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരെണ്ണം എന്തായാലും കിട്ടട്ടെ മച്ചാമാരെ. അതിനുശേഷം നമ്മളിതാ വീണ്ടും മെക്കലേനെ എടുക്കുന്നു, സ്റ്റാറ്റസ് 2 പ്രാവശ്യം ഇതുപോലെ തന്നെ ചെയ്യാട്ടോ മച്ചാമാരെ. സ്റ്റെപ്പ് മാറിപ്പോരുത്. നിങ്ങൾക്ക് എന്തായാലും അടുത്തുള്ളൊരു നക്കമുറേനെ അടക്കം കിട്ടുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഗൈസ് ഇതിന് ശേഷം നമ്മൾ എന്താ പറയുക ബാക്ക് ഇറങ്ങാണ് ഗൈസ്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ട്രൈ ക്യാൻസൽ ചെയ്യുന്നു, സെക്കൻഡ് ട്രൈ നിങ്ങളൊന്ന് കൊടുത്തു നോക്കുക. അപ്പോൾ മച്ചാമാരെ നമ്മുടെ മെയിൻ അക്കൗണ്ടിലാണ് 3ാമത്തെ ട്രൈ ആണ്. അപ്പോൾ ഗൈസ് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ബേസ് ആണ്, പക്ഷേ ഉള്ളിൽ ഹൈലൈറ്റ് അടിച്ചിട്ടുണ്ട്. ബേസ് അല്ല ഹൈലൈറ്റ് ഗൈസ്. അപ്പോൾ 5 സ്റ്റാർ ഒരു കാർഡാണ് നമുക്ക് ഓൾറെഡി കിട്ടിയിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ആരാണ് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലീഗ എക്സ്പോണന്റിന്റെ ബെർഗങ്കറോ 7ാം നമ്പർ ഒരാളാണ്. എന്തായാലും മച്ചാൻ പറ്റും നമുക്ക് ഹൈലൈറ്റ് കാർഡാണ്, പച്ചയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ നോക്കുക. LWF ആണ്. നമുക്ക് ഈ പ്ലെയർ എവിടെയാണ് വന്നിരിക്കുന്നത് നോക്കാം. എന്തായാലും
ഗൈസ്. അപ്പോൾ അടുത്തെത്തിയിട്ടുണ്ട്, ഏകദേശം അടുത്തുള്ള ഒരു പ്ലെയർ ആണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കി, ഇത്രയും ട്രൈകളുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നക്കമുറേൻ്റെ തൊട്ടടിയിലാണ്. അപ്പോൾ അത്ര ഏകദേശം കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. നൈറ്റാണ്, നമ്മൾ 8 മണിക്ക് ലൈവ് ഉണ്ട്. അപ്പോൾ ലൈവ് ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.